ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിൽ സനാതന ധർമ്മസേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന സപ്താഹ ജ്ഞാനയജ്ഞവും വാർഷികവും മകരഭരണി മഹോത്സവവും സമാപിച്ചു. സ്വാമി ഉദിത് ചൈതന്യ ഉദ്ഘാടനം നിർവഹിച്ചു. ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിൽ സനാതന ധർമ്മ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന 65ാമത് സപ്താഹ ജ്ഞാനയജ്ഞവും വാർഷികവും മകരഭരണി മഹോത്സവവും മകരഭരണി സദ്യയും സമാപിച്ചു. ജനുവരി 18 മുതൽ 27 വരെയാണ് ചടങ്ങുകൾ നടന്നത്. മകരഭരണി ദിനത്തിൽ രാവിലെ 6 മുതൽ യജ്ഞശാലയിൽ വിശേഷാൽ പൂജകൾ, പ്രഭാഷണം, പാരായണം, പ്രധാന പൂജകളായ സുധാമ പ്രാപ്തി, കൽക്കി അവതാരം എന്നിവ നടന്നു. 10:30 മകരഭരണി സദ്യ നടന്നു. 1 പാരായണ സമർപ്പണം എന്നിവയും നടന്നു. വൈകിട്ട് 6:30 ദീപാരാധന, ആചാര്യ ദക്ഷിണ, തുടർന്ന് 7 65ാമത് വാർഷിക സമ്മേളനവും നടന്നു. അഡ്വക്കേറ്റ് നമ്പിയത്ത് SS പിള്ള അധ്യക്ഷത വഹിച്ചു. ഈ ക്ഷേത്രത്തിന്റെ ഭക്തജനത്തിരക്കും ഈ ക്ഷേത്രത്തിന്റെ വരുമാനവും അനുസരിച്ച് മറ്റ് ചെറിയ ക്ഷേത്രങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു ഭൗതിക പുരോഗതി ഇവിടെ ഉണ്ടായിട്ടില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള 1250 ക്ഷേത്രങ്ങളിൽ വരുമാനത്തിലും ഭക്തജനത്തിരക്കിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ്. സ്വാമി ഉദിത് ചൈതന്യ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ഭാരതീയ സംസ്കൃതി പഠിപ്പിക്കുന്നത് എല്ലാവരിലുമുള്ള ഏകമേവ ദൈവമാണ്. ഏകദൈവവാദക്കാരല്ല നമ്മൾ, ഏകമേവ അദ്വിതീയം. നമ്മുടെ ഭാരത സംസ്കാരത്തിന്റെ പേര് അദ്വൈത സംസ്കാരം എന്നാണ്. എന്താണ്? ഒന്നായ നിന്നൈക രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിണ്ടൽബതമിണ്ടാവതെന്ന് പണ്ടേ കണക്കെ എല്ലാം ഒന്നായിത്തീരുന്ന, എല്ലാം ഒരേ സത്യത്തിന്റെ തന്നെ വൈവിധ്യങ്ങളാണെന്ന് പഠിപ്പിക്കുന്ന ഇത് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. ഒരേ കൈത്തണ്ടയിലാണ് വ്യത്യസ്ത വിരലുകളെന്ന് പഠിപ്പിക്കണം. ഈ വിരലുകളാണ് നമ്മുടെ ഇവിടുത്തെ ചെട്ടിക്കുളങ്ങര അമ്മയും. ഒരു വിരലാണ് കൃഷ്ണൻ, ഒരു വിരലാണ് ഗണപതി, ഒരു വിരലാണ് അയ്യപ്പൻ, ഒരു വിരലാണ് ശിവൻ. ഒരേ കൈത്തണ്ടയിലാണ്. നമ്മളും അതിൻ്റെ ഒരു ഭാഗമാണ്. എല്ലാവരിലും ഈ ബോധം നമ്മുടെ കുട്ടികളിൽ ഉറപ്പിക്കണം. സെക്രട്ടറി HV ഗുരുപ്രസാദ് സ്വാഗതം രേഖപ്പെടുത്തി. ഡോക്ടർ സജിത് ഏവൂരത്ത് മുഖ്യ പ്രഭാഷണം നടത്തി. അമ്മയുടെ നടക്കിലേക്ക് നോക്കി തൊഴുത് നമുക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത് വളരെ പണ്ട് ഉള്ള ഒരു പാട്ടാണ്. കാരണം ആ 1000 തിരിയിട്ട വിളക്കുകൾ ഇങ്ങനെ കത്തി നിൽക്കുന്നത്, ആ പൂർണ്ണ മനോഹാരിതയോടുകൂടി കത്തി നിൽക്കുന്നത് കണ്ടപ്പോൾ 1000 തിരിയിട്ട നിലവിളക്കിൻ മുൻപിൽ ആരാധനയ്ക്കായി നിന്നു, ദീപാരാധനയ്ക്കായി. ഇതൊരു ഗൃഹാതുരമായ ഓർമ്മയാണ്. രാജശ്രീ ഗണേഷ്, ഉണ്ണികൃഷ്ണൻ നായർ എന്നിവർ സംസാരിച്ചു. ചടങ്ങുകളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. CDN ന്യൂസ്, ചെട്ടികുളങ്ങര.